നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന എല്ലാ ദൗത്യങ്ങളും ബേസ്ഡ് ഓൺ വാട്ട് ദ ചർച്ച് ഡിസൈഡ്സ്. പൗലോസിനെ കർത്താവ് വിളിക്കുമ്പോഴും പൗലോസ് ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാം. അനന്യാസിൻ്റെ അടുത്തേക്കാണ് പൗലോസിനെ വിടുന്നത്. കർത്താവിന് ഈസിയായിട്ട് പറയാമായിരുന്നു, ഞാൻ നിന്നെ ഡയറക്റ്റായിട്ട് കണ്ടിരിക്കുന്നു, അതുകൊണ്ട് നീ ഇതുവഴി അങ്ങ് പോയി സുവിശേഷം പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പൗലോസിനോട് പറഞ്ഞില്ല. പൗലോസിനെ കൊണ്ടുവന്ന് മറ്റ് വിശുദ്ധന്മാരുടെ മുമ്പിലെല്ലാം കാണിച്ച് അവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് അവരുടെ അംഗീകാരത്തോടു കൂടിയാണ് പൗലോസ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. കർത്താവ് അവൻ്റെ സഭയ്ക്ക് വെളിയിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ പ്രത്യേക കൃപകളുടെ എല്ലാം നിക്ഷേപം കർത്താവിൻ്റെ സഭയിലാണ്. ഈ പ്രത്യേക കൃപകളുടെ സമാഹാരം, പ്രത്യേക കൃപകളുടെ നിക്ഷേപം സഭയിലായിരിക്കുന്നതുകൊണ്ട് എല്ലാ ശുശ്രൂഷകളും സഭയിൽ നിന്ന് സഭ അടിസ്ഥാനത്തിൽ ആകണമെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സഭയാണ് പൗലോസിനെയും ബർണ്ണബാസിനെയും സുവിശേഷ വേലയ്ക്ക് വിടുന്നത്. അപ്പോസ്തലന്മാരായിട്ടും അവർ സ്വയം തീരുമാനിക്കുന്നില്ല, അവർ ആ സഭയ്ക്ക് കീഴ്പ്പെട്ടാണ് ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷകൾ എന്ന് പറയുന്ന ഓരോരുത്തരും ഇവാഞ്ചലിസ്റ്റുകളായിട്ട് അവർക്ക് ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങാവുന്ന ഒരു സാഹചര്യം. ഇപ്പം കറുത്ത ബൈബിൾ പുസ്തകം പിടിക്കുന്നവനെല്ലാം പാസ്റ്റർ എന്നുള്ള അല്ല ശുശ്രൂഷ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാടൊക്കെ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. ചില ആൾക്കാരിങ്ങനെ നോർത്ത് ഇന്ത്യയിലൂടെ വെറുതെ സഞ്ചരിച്ചിങ്ങനെ സ്ഥലങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരാരും പറഞ്ഞു വിടുന്നൊന്നുമല്ല, അവരുടെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാണ്. നല്ല കാര്യമാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ അതൊന്നും സഭ കമ്മീഷൻ ചെയ്യുന്ന ശുശ്രൂഷകളല്ല. സഭ പറഞ്ഞു വിട്ട് സഭയുടെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് മിഷണറിമാർ പോകുന്നത്. ഇറ്റ്സ് ഓൾവേസ് മിസിയോ ഡെയ് എന്നൊരു വാക്ക് ലാറ്റിനിലുണ്ട്. ആ മിസിയോ ഡെയ് എന്നുള്ള വാക്ക് ഒരിക്കലും നമ്മൾ മറന്നു പോകരുതാത്തൊരു വാക്കാണ്. കാരണം അതിൻ്റെ അർത്ഥം ദ മിഷൻ ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റേതാണ് മിഷൻ, നമ്മുടേതല്ല. നമ്മൾ ജനസിസ് മുതൽ റെവലേഷൻ വരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നത് മനുഷ്യരുടെ മിഷനല്ല, ദൈവത്തിൻ്റെ മിഷനാണ്. ദൈവം അവൻ്റെ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, ദൈവം എന്തുദ്ദേശമാണോ ദൈവത്തിനുള്ളത് ആ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപ്പാട് വരെയും കാണുന്നത്. അതിൽ മനുഷ്യരെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ മാത്രമാണ്. മിഷൻ പ്രൈമറിലി അൾട്ടിമേറ്റ്ലി ബിലോങ്സ് ടു ഗോഡ്. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ മിഷൻ. മനുഷ്യരുടെ ഒരു മിഷനല്ല, മനുഷ്യരുടെ ഇഷ്ടത്താൽ വരുന്നതുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ വരുന്നതാണ് ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മിസിയോ, MISSIO, മിസിയോ ഡെയ്, DEI, ഈ വാക്ക് നമ്മളെപ്പോഴും ഓർക്കണം. വി ആർ ഓൺ ഗോഡ്സ് മിഷൻ. നമ്മൾ നമ്മുടെ ഒരു മിഷൻ ചെയ്യാൻ നടക്കുന്നവരല്ല. നമ്മൾക്ക് ഒരു പണിയും ഈ ലോകത്ത് ഇല്ല, ദൈവത്തിൻ്റെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് ഹിസ് ബിസിനസ്. കർത്താവ് പറഞ്ഞാൽ മൈ ഫാദേഴ്സ് ബിസിനസ്, ദൈവത്തിൻ്റെ പണി. ഇപ്പോൾ മിഷൻ എന്ന് പറയുന്നത് പ്രൈമറിലി ദൈവത്തിൻ്റെ പണിയായതുകൊണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ഹിതവും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഒരു സഭ എല്ലാ മിഷനും അടിസ്ഥാനമായിട്ട് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സഭ ഇല്ലാതെ ഒരിക്കലും ഒരു മിഷൻ പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ. ഇന്നലെ അജൽ ബ്രദർ അതിനെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ, ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് അവരോട് അരുളി ചെയ്തു. ഇപ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുവിശേഷം പറയുക, സ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒന്നാമത്തെ ഭാഗം എന്താണ്? സുവിശേഷം പറയുക, സ്നാനപ്പെടുത്തുക, ശിഷ്യന്മാരാക്കുക. ഈ ശിഷ്യന്മാരായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താണ്? നിങ്ങളൊരു കോളേജിൽ സ്റ്റുഡൻ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത പണി എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുക. അതുകൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി. ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് എന്താണ്? കർത്താവ് നിങ്ങളോട് എന്ത് പറഞ്ഞു, എന്ത് പഠിപ്പിച്ചു.
അതാണ് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് എന്ത് കൽപ്പിച്ചു അതനുസരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഉപദേശം. യേശുക്രിസ്തു എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ കട്ടിയായ കാര്യങ്ങളാണ്. പക്ഷെ അത് അനുസരിക്കണമെങ്കിൽ ഒരു ഉപദേശ രൂപം ആവശ്യമാണ്. നമ്മളെ നീതിയുടെ ദാസന്മാരാക്കുന്ന, നമ്മെ കർത്താവിന് ശിഷ്യന്മാരാക്കുന്ന ഒരു അപ്പോസ്തലിക ഉപദേശം, ആ ഉപദേശത്തിലൂടെ മാത്രമേ നമുക്ക് കർത്താവ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, കർത്താവ് നമ്മളോട് എന്തനുസരിക്കാനാണോ പറഞ്ഞിരിക്കുന്നത് അനുസരണത്തിലേക്ക് എത്തണമെങ്കിൽ വി നീഡ് ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. വിത്തൗട്ട് ദാറ്റ് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ വി കനോട്ട് ഒബേ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ജീസസ്. നമുക്ക് ഈ നാട്ടിലുള്ള കമാൻഡ്മെൻറ്റൊക്കെ അനുസരിക്കാൻ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കർ വന്ന് പരാക്രമം കാണിച്ചാൽ നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ അനുസരിക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് അനുസരിക്കണമെങ്കിൽ ആ ഒരു ഉപദേശ രൂപം വളരെ പ്രധാനമാണ്. കാരണം ഇത് വിശ്വാസത്താലുള്ള അനുസരണം എന്ന് പറയുന്നത് അത് സഭയുടെ പ്രഷ്യസ് ഡോക്ട്രിനാണ്. സഭയ്ക്ക് വെളിയിൽ ലോകത്തൊരിടത്തും ആ ഉപദേശമില്ല. അതുകൊണ്ട് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ് എന്ന് പറയുന്നത് ഒരു ചർച്ചിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവർ ഇറാഖിലോ സിറിയയിലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കഥകളും സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ. അപ്പോൾ ഒരാൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഒരു വലിയ നടത്തിപ്പുണ്ടെന്ന് നമുക്ക് ഇന്നലത്തെ പല സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇന്നലെ അജൽ പറഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വഴി വെച്ച് കണ്ടവരൊക്കെ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്നെ അവരെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് പിന്നെയും കൊണ്ടുവന്ന് കാണിക്കുന്ന അനേകം കഥകൾ ഇന്നലെ നിങ്ങൾ കേട്ടുക. അപ്പോൾ ഇതെല്ലാം മിഷൻ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ മിഷനാണ്. പക്ഷേ അത് സഭ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് കർത്താവ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു സഭ ഉണ്ടെങ്കിലോ ഈ പരിപാലനം ആ സഭയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വിശ്വാസി ആയാൽ, വീണ്ടും ജനിച്ചാൽ, അവനെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു സഭയുടെ കടമയാണ്. അതുകൊണ്ട് ഒരു സഭയില്ലാതെ, സഭയുടെ കമ്മീഷനിങ് ഇല്ലാതെ, സഭ എന്ന ഫൗണ്ടേഷനിലില്ലാതെ യാതൊരുവിധ സുവിശേഷ വേലയും ഫലപ്രദമായി നടക്കുകയില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരാളെ വിശ്വാസിയാക്കിയാൽ മാത്രം പോരാ, അയാളെ ശിഷ്യനാക്കണമെങ്കിൽ ഒരു സഭയുടെ ഡോക്ട്രിൻ അതിന് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സഭ എന്തുകൊണ്ടാണ് ഈ മിഷണറി വേല ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയും ഉത്സാഹമെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദേശത്ത് ചെന്ന് ഇവർ ഒരു വേല ചെയ്യുമ്പോൾ അവിടെ സഭയുടെ സപ്പോർട്ടോ ഉപദേശങ്ങളോ കൂട്ടായ്മയോ ഇല്ലാതെ അവിടെ അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം എപ്പോഴും ഒരു ചർച്ച് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. ബിക്കോസ് ഡോക്ട്രിനൽ പ്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും പറയാറുണ്ട്, അവരെന്തായാലും സുവിശേഷം പറയുന്നില്ലേ ബ്രദറെ, ഉപദേശത്തിനകത്ത് ഇത്തിരി വ്യത്യാസം കാണും. പക്ഷേ എന്താ പ്രശ്നം? ഉപദേശത്തിൽ വ്യത്യാസം വന്നാൽ എവിടെ വ്യത്യാസം വരുന്നറിയോ? എവിടെ നിങ്ങളൊരു ഉപദേശ പെശക് നോക്കിക്കഴിഞ്ഞാൽ ഉപദേശ പെശക് വരുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറി എടുത്ത് മനുഷ്യർക്ക് കൊടുക്കുന്നതിലാണ് ആ പെശക് വരാറുള്ളത്. വേറൊരിടത്തും പെശക് വരാറില്ല. ഈ പെശക് വരുന്നത് അവിടെയാണ്. നിങ്ങൾ വേറൊരു ഉപദേശം കേട്ട് കഴിയുമ്പോൾ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം ദൈവത്തിനല്ല ഗ്ലോറി, മനുഷ്യർക്ക് അതിൻ്റെ ഗ്ലോറി പോകുന്നു. നമ്മളുടെ മിസ്റ്റർമാരുടെ അനേകരുടെ സാക്ഷ്യം കേട്ടു. ഒരാൾ പോലും പറഞ്ഞില്ല ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന്, ഒന്നും പറഞ്ഞില്ല. നമ്മൾ ആരും ചെയ്യാത്ത പണികളാണ് അവർ ചെയ്തത്. പക്ഷെ അവർക്ക് ആർക്കും തോന്നുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും, കാരണം ദാറ്റ് വാസ് ആക്ച്വലി ഗോഡ്സ് മിഷൻ. അപ്പോൾ ഉപദേശം ഒന്ന് മാറിയാൽ, ഒന്ന് പാളിയാൽ, ഇതൊന്നെല്ലാം ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളതിന് പകരം ഞങ്ങൾ ചെയ്തത് നിങ്ങളും കാണ്, പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് വരും. ദേ വിൽ സെറ്റ് ദംസെൽവ്സ് ആസ് എക്സാമ്പിൾസ്. ഇന്നലെ സംസാരിച്ച ആരും അവരവരെ തന്നെ ഒരു എക്സാമ്പിളാക്കി നിങ്ങളെന്താ ഇത് ചെയ്യാത്തതെന്നുള്ള ഇനി സംസാരിച്ചില്ല. കാരണം എന്താണ്? ദേ നോ ഗ്ലോറി ബിലോങ്സ് ഓൺലി ടു ദ ലോർഡ്. അപ്പോൾ നമുക്ക് ഈ എസെൻഷ്യൽ ഹംബിൾനെസ് ഇൻ എ മിഷൻ, അതായത് എന്ത് ചെയ്താലും ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, നിഷ്പ്രയോജകരായ ദാസന്മാർ എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നണമെങ്കിൽ വി നീഡ് ദ റൈറ്റ് ഡോക്ട്രിൻ ടു ടെൽ us ഗ്ലോറി ബിലോങ്സ് ടു ദ ലോർഡ് ആൻഡ് നോട്ട് ടു ദ മാൻ. അപ്പോൾ അതുകൊണ്ട് വിത്തൗട്ട് എ ചർച്ച്, when you go out on independent missions, what happens is it becomes that person's mission after some time. എൻ്റെ ജീവിതത്തിലൊരു കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യം കൂടെയാണ്. ഞാനിങ്ങനെ ഈ പ്രസംഗിച്ച് യൂട്യൂബിൽ അവിടെ എല്ലാം പ്രസംഗിച്ച് ഒരു പ്രസംഗകനായിട്ട് നിൽക്കുമ്പം അത് എൻ്റെ മിഷനായി പോകും.
പക്ഷെ സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഇത് അനേകം ആളുകളിലൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ഒരു മിഷനാകണമെന്ന്. എന്നെ ഇവർ നിർബന്ധിച്ച് ഇന്നിവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. ബിക്കോസ് ഐ നോ ദ മിഷൻ ബിലോങ്സ് ടു ദ ലോർഡ്. ത്രൂ എവറി പീപ്പിൾ ഇറ്റ് ഷുഡ് ഗോ. എല്ലാവരിലൂടെ ഇത് വരണം. കാരണം ഇത് ഞാൻ പണിയുന്ന ഒന്നുമില്ല ഇതിനകത്ത്. ഇതിലാരും ഒന്നും പണിയുന്നില്ല. ദ ഗ്ലോറി അൾട്ടിമേറ്റ്ലി ബിലോങ്സ് ടു ദ ലോർഡ്. ഞാനിവിടെ ഇല്ലെങ്കിലും ഇതിനേക്കാൾ മനോഹരമായിട്ട് നടത്താൻ ദൈവത്തിന് 10,000 പേരെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഓൺലി അവർ ഫോർച്യൂൺ, ഗുഡ് ഫോർച്യൂൺ ഓർ ഗുഡ് ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ഗോഡ്സ് പ്രോഗ്രാം. ഞാൻ ചർച്ചിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാര്യം അതാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവം ഈ മിഷൻ ഡോർ നമുക്കായിട്ട് തുറന്നു തന്നത്. ബിക്കോസ് വി ആർ ഓൾസോ പാർട്ട് ഓഫ് ഗോഡ്സ് മിഷൻ. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ തരുന്നൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഞാൻ എൻ്റെ സംഘടനയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാൻ എൻ്റെ ബൈബിൾ കോളേജിനെ പണിയുമെന്നോ മിഷൻ ഏജൻസിയെ പണിയുമെന്നോ കർത്താവ് പറഞ്ഞില്ല. ഞാൻ കുറച്ച് ഭയങ്കരന്മാരായ ആൾക്കാരെ എഴുന്നേൽപ്പിക്കുമെന്നും കർത്താവ് പറഞ്ഞു. പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിൽ പലരും പറയുന്നുണ്ട്, പലപ്പോഴും പ്രോമിസ് ഉണ്ട്, മോശയെ പോലെ വലിയൊരു പ്രവാചകനെ അയക്കുന്നു, അങ്ങനെയൊക്കെ പല പ്രോമിസ് ഉണ്ട്. പുതിയ നിയമത്തിൽ ഒരിടത്തും ഒരു മഹാനായ മനുഷ്യനെ പറഞ്ഞു വിടും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഫസിയും ഇല്ല. ഞാൻ എൻ്റെ പണി ചെയ്യും എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതായത് എന്തുകൊണ്ട് സഭ ഇതിൻ്റെ പുറകിൽ നിൽക്കണം, എന്തുകൊണ്ട് ചർച്ചിൽ നിന്ന് മാത്രമേ, ഇപ്പോൾ ഒരാൾ നിങ്ങളൊന്ന് സുവിശേഷം പറയാണ്, അല്ല പ്രസംഗിക്കുക, നിങ്ങളൊരു പ്രസംഗം കേൾക്കുക, ആദ്യം അന്വേഷിക്കേണ്ടത് അതിൽ ഏത് സഭയിൽ നിന്ന് വന്നയാളാണ്, ആ സഭയുടെ ഉപദേശം എന്താണ്. ആ സഭയുടെ ഉപദേശമാണ് അയാൾ പറയുന്ന കേൾക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും, ഏത് ചർച്ച? അത് നിങ്ങൾ അറിയണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏത് ഡോക്ടറിനാണ് ഫോളോ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ബൈബിൾ സത്യവചനമെന്ന് വിശ്വസിക്കുന്നു, അതേ യഹോവ സാക്ഷികളും വിശ്വസിക്കുന്നു. പക്ഷെ വ്യാഖ്യാനിക്കുമ്പം ഏതോ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ എപ്പോഴും ഒരാൾ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ അതോറിറ്റി, ദാറ്റ് മാൻസ് അതോറിറ്റി ടു സ്പീക്ക് കംസ് ഫ്രം ദാറ്റ് ചർച്ച്. ഇപ്പം നമ്മുടെ ചർച്ച് പറയുകയാണ്, ഇയാൾ സുന്ദർ ഈസ് ലൈസൻസ്ഡ് ടു പ്രീച്ച്, ഹീ ക്യാൻ പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. ചർച്ച് കൊടുക്കുന്ന കമ്മീഷനിങ് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ എവർ സുന്ദർ സ്പീക്സ് ഹി എഗ്രീസ് വിത്ത് ദ ഡോക്ട്രിൻസ് ഓഫ് ദ ചർച്ച് ആൻഡ് ദ ചർച്ച് ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചർച്ച് വിടുന്ന ആളാണെന്ന് അർത്ഥം. അപ്പോൾ ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ചർച്ചിനാണ്. സുന്ദർ എന്ന് പറയുന്ന ആളുടെ ഉത്തരവാദിത്വം ചർച്ചിനാണ്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പണ്ട് ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം ചർച്ചിൻ്റെ ആളായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ചർച്ച ഏതാ? നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ചർച്ച ഇവിടെ ഉണ്ട്. ഓക്കെ, സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ മീ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ യു. കാരണം ഒരു ഡോക്ടറിന്. അപ്പോൾ ഏത് ദേശം എന്നാലും നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, വി ബിലോങ് ടു ദിസ് ചർച്ച് വിത്ത് ദിസ് പർട്ടിക്കുലർ ഡോക്ട്രിനൽ സ്റ്റാൻഡ് പോയിൻറ്റ്. അപ്പോസ്തലിക ഉപദേശത്തിന്മേൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരു സഭയാണ്. അതുകൊണ്ട് ഈ സഭയുടെ ഇടയൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ എന്ത് സംഭവിക്കുന്നുള്ളത്, ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത് ഈ സഭയെ ബാധിക്കുന്നില്ല. ബിക്കോസ് എവ്രി വൺ ഈസ് കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. ഞാൻ എങ്ങനെയാണെന്നുള്ളതോ, ഗണേശ് എങ്ങനെയാണെന്നുള്ളതോ, സുന്ദർ എങ്ങനെയാണെന്നുള്ളതോ, ഇതൊന്നും ഈ സഭയെ ബാധിക്കുന്നു. ബിക്കോസ് ചർച്ച് ബിലോങ്സ് ടു ദ ലോർഡ്. എവ്രി വൺ ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോർഡ്. അതാണ് ചർച്ചിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. ചർച്ച് ഈസ് എബവ് എവ്രി സെർവൻറ്റ്. കാരണം ചർച്ച ആരാണ്? ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മളതിൽ ഓരോ അവയവങ്ങൾ മാത്രമാണ്. അപ്പം ചർച്ചാണ് ഇതിലെ പ്രധാനപ്പെട്ട എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ചർച്ചിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാത്ത ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അതിന് അതോറിറ്റി ഇല്ല. ദർ ഇസ് നോ അതോറിറ്റി. വി ഡോണ്ട് നോ വെദർ ദേ ആർ സ്പീക്കിംഗ് ദ ട്രൂത്ത്. അങ്ങനെ അനേകം ആൾക്കാർ ലോകം മുഴുവൻ ഓടാടി സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് തോന്നുന്ന ഫിലോസഫി പഠിപ്പിച്ച് അനേകം ആൾക്കാരെ അവരുടെ ശിഷ്യന്മാരാക്കി മാറ്റുന്നു. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നാരുടെ ആളാണ്, ഞങ്ങൾ ഇന്ന ടീച്ചിങ്ങാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ദേ ഓൾ ബിലോങ് ടു പർട്ടിക്കുലർ സ്മോൾ ഗ്രൂപ്പ്സ്. അപ്പോൾ അതുകൊണ്ട് ഇവർ നമ്മുടെ മിഷണറിമാർ ആദ്യം പോയിക്കൊണ്ടിരുന്ന സംഘടന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സംഘടന അടിസ്ഥാനത്തിൽ പോകുമ്പോഴുള്ള കുഴപ്പം എന്താണ്?
വേറെ ഇവർ പോയി കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരും, അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും പഠിപ്പിക്കുന്നത്. സോ ഒരു ചർച്ചിന് ഒരിക്കലും അടിസ്ഥാനം, അപ്പോസ്തലികമായൊരു അടിസ്ഥാനം വീഴുകയില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അനേകം ചർച്ചുകളുണ്ട്, പല ബ്രാൻഡുകളിൽ. IPC, ചർച്ച് ഓഫ് ഗോഡ്, ബ്രദറൻ, ഷാരോൺ, നമ്മൾ പറയുന്ന അസംബ്ലി ഓഫ് ദ റിഡീംഡ്, പിന്നെന്തൊക്കെയുള്ളത്, അസംബ്ലി ഓഫ് ഗോഡ്, ഇങ്ങനെ പല 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 കോൺഗ്രസ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. ഇനി അതിനേക്കാളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തരുടെ പേരുള്ള ചർച്ചകളുണ്ട്. മത്തായിച്ചാൻ്റെ സഭ, അങ്ങനെ പോലെ കുറേ ആൾക്കാരുടെ പേരുള്ള സഭകൾ വേറെയുണ്ട്. ഇതിൽ 90% സഭകളല്ല, പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. കാരണം അതിൻ്റെ ബ്രാൻഡല്ല ഇതിൻ്റെ പ്രശ്നം. നമ്മുടെ സഭയുടെ പേരും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു സഭ ക്രിസ്തീയ സഭയാകണമെങ്കിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം ആ സഭയ്ക്ക് ഉണ്ടാകണം. ഈ ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയ്ക്ക് എങ്ങനെ ഉണ്ടാകുന്നത്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പഠിപ്പിച്ച ഉപദേശം അവിടെ വീഴുമ്പോഴാണ് അത് ക്രിസ്തു അടിസ്ഥാനമുള്ളൊരു സഭയാകുന്നത്. അതേസമയത്ത് എപ്പോൾ വന്നാലും വിഷയങ്ങൾക്ക് വിടുതൽ, രോഗങ്ങൾക്ക് സൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടമാണ്. കാരണം അവർ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? രോഗം മാറാൻ വേണ്ടി, സമ്പത്ത് വരാൻ വേണ്ടി, വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടം മാത്രമേ ആകുന്നുള്ളൂ. മിക്കവാറും പ്രാർത്ഥനാ കൂട്ടങ്ങളെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന സഭയായിട്ടാണ്. സഭയാണെങ്കിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർക്കിട്ട ഫൗണ്ടേഷൻ ആ സഭയ്ക്കുണ്ടാകണം. ഇഫ് ദ റൈറ്റ് ഡോക്ട്രിൻ ഈസ് നോട്ട് പ്രീച്ച്ഡ് ഇൻ എ ചർച്ച്, ഇറ്റ്സ് ഓൺലി എ പ്രെയർ മീറ്റിംഗ്, എ പ്രെയർ ഗ്യാതറിംഗ്. അപ്പോൾ ഈ പ്രാർത്ഥനാ സഭകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദേശത്ത് 4 പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ടെങ്കിൽ ഈ 4നും 4 പാസ്റ്റർമാരായിരിക്കും. അപ്പോൾ ഏത് ജയിക്കും, ഏത് സഭയാണ് വലുതാകാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്ന ആരാന്നറിയോ? ഏത് പാസ്റ്ററിനാണ് ശക്തി കൂടുതലെന്നാണ്. അപ്പോൾ അവരുടെ എല്ലാം മധ്യസ്ഥൻ ആ പാസ്റ്ററാണ്. അതുകൊണ്ടാണ് ഇന്ന് സഭകളെന്ന് വിളിക്കുന്നതൊന്നും സഭകളല്ല. സഭ പണിയുന്നത് പാസ്റ്ററല്ല, സഭ പണിയുന്നത് കർത്താവാണ്. അപ്പോൾ നമ്മുടെ മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചർച്ച് ബേസ്ഡ്, പ്യുവർലി ചർച്ച് ബേസ്ഡ്. ആ ചർച്ചിൽ ഒരാൾ ബേസ്ഡ് അല്ല. വി ആർ ദ ചർച്ച്, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആൻഡ് വി സ്റ്റാൻഡ് ടുഗദർ ഫോർ ദ ഡോക്ട്രിൻ ആൻഡ് ഫോർ ദ മിഷൻസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അസംബ്ലി ഓഫ് ദ റിഡീംഡ് ആണോ, അസംബ്ലി ഓഫ് ഗോഡ് ആണോ, IPC ആണോ, ഇതല്ല പ്രശ്നം. ഒറ്റ ചോദ്യമുള്ളൂ: ഇഫ് ക്രൈസ്റ്റ് ഈസ് ഗ്ലോറിഫൈഡ് ഇൻ എവറിത്തിങ് വി ഡു, ഇഫ് ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ് വി ഡു ഓർ എവറിത്തിങ് വി ബിലീവ്, അത് IPC ആയാലും അസംബ്ലി ഓഫ് ഗോഡ് ആയാലും അസംബ്ലി ഓഫ് ദ റിഡീംഡ് ആയാലും എന്തായാലും ക്രിസ്തുവാണ് ആ സഭയുടെ കേന്ദ്രമെങ്കിൽ അത് നമ്മുടെ സഭയാണ്. ക്രിസ്തു അല്ല അതിൻ്റെ കേന്ദ്രം, അത് വിഷയങ്ങളുടെ വിടുതൽ പരിപാടിയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ദാറ്റ്സ് ഓൺലി എ പ്രെയർ ഗ്രൂപ്പ്. അപ്പോൾ എ ചർച്ച് ഈസ് ഡിഫൈൻഡ് ബൈ വാട്ട് ഇറ്റ് പ്രീച്ചസ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നു, ഇതിനെക്കുറിച്ചല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്തവരായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചർച്ചിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ വേറൊരു പ്രസംഗവും ആരും പ്രസംഗിച്ചിട്ടില്ല. ക്രൂശിനെക്കുറിച്ചും പുതിയ ജീവനെക്കുറിച്ചും യേശുവിൻ്റെ ആത്മാവിനെക്കുറിച്ചും പറയാത്ത ഒരൊറ്റ പ്രസംഗം പോലും ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ പ്രസംഗിച്ചിട്ടില്ല. നമ്മൾ കഥകൾ പറഞ്ഞിട്ടില്ല, കെട്ടുകഥകൾ പറഞ്ഞിട്ടില്ല, എന്താ പറയുന്നത്, അലങ്കാരങ്ങളുടെ നറേഷൻസിലോട്ട് പോയിട്ടില്ല, മിത്തുകൾ സംസാരിച്ചിട്ടില്ല, മർമ്മം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ കഥകൾ പറഞ്ഞിട്ടില്ല. പഴയ നിയമം പ്രസംഗിച്ചാലും പുതിയ നിയമം പ്രസംഗിച്ചാലും ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പലരും എന്നോട് പറയാറുണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് കേട്ട രസകരമായ ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുട്ടികളെ വശീകരിച്ച്, അതായത് ലോകത്തിൻ്റെ മോഹങ്ങൾ കാണിച്ച് വശീകരിച്ച് മിഷണറി വേലയ്ക്ക് വിടുന്നു. എങ്ങോട്ടാണെന്നറിയോ? തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്തേക്ക്. നിങ്ങൾ ആലോചിക്കുക, ലോകത്തെ നോക്കി വശീകരിക്കുവാണെങ്കിൽ ഇവരെങ്ങോട്ടാണ് പോകേണ്ടത്? വല്ല UK ഓസ്ട്രേലിയക്കോ പോകേണ്ടത് അല്ലേ? ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഈ ലോകത്തെ നോക്കി വശീകരിക്കപ്പെട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? മരിക്കാൻ പോവുക, ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്തേക്ക് പോവുക. ഞാൻ കൊണ്ടുപോകുന്നെന്ന് പറയുന്നു. ഇന്നേ വരെ ഒരാളോട് ഞാൻ മിഷണറിയായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ കൂടെ ഒരാളോട് പോകണോ ഒന്നുകൂടെ ആലോചിക്കുന്നു പറഞ്ഞിട്ടിരിക്കുവേ. ഒരു മിഷണറി ഉണ്ടാകുന്ന വേറൊരാളുടെ നിർബന്ധത്താൽ ഉണ്ടാകാൻ പറ്റുകയില്ല.
ഒരു മിഷണറി ഉണ്ടാകുന്നത് അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ഭാരം കാരണമാണ്. ഈ ഭാരം കാരണം വേറെ നിവൃത്തിയില്ലാതെയാണ് ഇവർ മിഷണറിമാരാകുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും അവിടെ പോയി കഷ്ടപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോകുന്നതല്ല. ദാറ്റ് ബർഡൻ ദാറ്റ് ദ ലോർഡ് ഗിവ്സ് ഇൻ ദെയർ ഹാർട്ട് ആൻഡ് ദാറ്റ്സ് എ ഡ്രൈവിംഗ് ഫോഴ്സ്. ഞാൻ പറഞ്ഞാൽ ഇവർ നിൽക്കുമോ? ഞാൻ നിങ്ങളെങ്ങും പോകേണ്ട ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ വേറെ ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടന വഴി പോകും. Because the burden comes from the Lord, because it's primarily Missio Dei, the mission of God. ഇവരെല്ലാം പോകുന്നതിന് എനിക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട്. എന്താവും അവിടുത്തെ അവസ്ഥ? വല്ല ബോംബും വന്ന് വീഴുവോ, ഭീകരവാദികൾ പിടിച്ചുകൊണ്ട് പോകുമോ? ഇല്ല, നമ്മുടെ ഉള്ളിൽ ആശങ്ക. നമ്മുടെ പിള്ളേർ പോകുന്നത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവരുടെ ഉള്ളിലുള്ള ബേർഡൻ അവരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ, ഒറ്റപ്പണി. ആ ഒറ്റപ്പണി എന്ന് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക, വേറൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ആൾക്കാർ പോകേണ്ടവരൊക്കെ പൊക്കോളും. കാരണം ക്രൂശിതനായ ക്രിസ്തുവിനെ ഉള്ളിൽ വരച്ച് കിട്ടിയവർക്ക് അവർക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല. ദേ ഓവർടേക്ക് മീ ആൻഡ് ഗോ മച്ച് അഹെഡ് ഓഫ് മീ ആൻഡ് ഐ സിറ്റ് ബാക്ക് ആൻഡ് പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുമ്പിൽ ഓടുന്നവരെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ പ്രസംഗത്തിലായാലും ശുശ്രൂഷയിലായാലും ടീച്ചിങ്ങിലായാലും. ബിക്കോസ് ദ ചർച്ച് ഹാസ് ടു സ്റ്റേ ഫോർ ജനറേഷൻസ്. അടുത്ത ജനറേഷൻ ഈ ജനറേഷനേക്കാൾ സ്ട്രോങ് ആയിരിക്കണം. ഓരോ ജനറേഷൻ മുമ്പോട്ട് പോകുന്തോറും സഭ സ്ട്രോങ് ആയി വരണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി അടുത്തടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന യൗവനക്കാർ മുമ്പോട്ട് വരണം. ദേ ഷുഡ് നോട്ട് ലുക്ക് അറ്റ് മീ. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്ന വിഷയത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുന്നത്? ഈ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിന് വേദപുസ്തകത്തിൽ നമുക്കൊരു റെഫറൻസ് വായിക്കാതെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മളെപ്പോഴും മിക്കവാറൊക്കെ വായിക്കാറുള്ള ഭാഗമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2. അതിൽ 2-ാമത്തെ വാക്യം നമുക്ക് എടുത്തു വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രവാചകൻ്റെ അടുത്ത് പോകണം, 2 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കണം. നോ. പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പൂർണ്ണഹിതമെന്ത്, ഏറ്റവും പ്രസാദമുള്ള ഹിതമെന്ത്, ഏറ്റവും നന്മയുള്ള ഹിതമെന്ത്, ദൈവത്തിൻ്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഹിതം എന്തെന്നറിയുവാൻ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദാറ്റ് മീൻസ് വി നോ ദ വിൽ ഓഫ് ഗോഡ് only through a process of sanctification. വിശുദ്ധീകരണത്തിൻ്റെ ഒരു വഴിയിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഷ്ടം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. പഴയ നിയമത്തിലൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരുന്നു ദൈവത്തിൻ്റെ ഹിതം കണ്ടുപിടിക്കാൻ. നേരെ ഒരു പ്രവാചകൻ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രവാചകൻ അഭിഷേകം വെച്ച് നമ്മളെ സഹായിക്കും. നേരെ സുന്ദർ പോയിട്ട് ചോദിക്കാൻ, പ്രവാചക ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ, മോർട്ടാനിയയ്ക്ക് പോകണോ, ജോർദാനിന് പോകണോ, സിറിയയ്ക്ക് പോകണോ, ഇറാഖിന് പോകണോ? ഒരു കൺഫ്യൂഷനാണ്. അതും എങ്ങും പോകാതെ ആന്ധ്രയിൽ സുവിശേഷ വേല ചെയ്യണോ, കേരളത്തിൽ സുവിശേഷ വേല ചെയ്യണോ? അപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് പറയും, നിങ്ങളെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാണുന്നത് നിങ്ങൾ UK പോകുന്നതായിട്ടാണ്. ഈ പ്രവാചകന്മാരതേ പറയുള്ളൂ. എന്താണെന്നറിയാൻ മേല. അപ്പോൾ സുന്ദർ പറയും, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്, UK പോയേക്കാം. കാരണം ജഡം അതാ പറയുന്നത്. ഞാൻ സുന്ദറിനെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, സുന്ദർ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ജഡത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അതിനെ പരിപോഷിപ്പിക്കാൻ ഇഷ്ടംപോലെ ശുശ്രൂഷകരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുവാൻ നമ്മുടെ മൈൻഡ്, വി നീഡ് എ സാൻറ്റിഫൈഡ് മൈൻഡ്. We need a sanctified mind to understand the will of God. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ശിഷ്യന്മാരുടെ ചെവി, ശിഷ്യന്മാരുടെ ഹൃദയം, ശിഷ്യന്മാരുടെ സെൻസ്
അത് മാനസാന്തരപ്പെട്ട റീജനറേറ്റഡായ ലോകത്തിലേക്കുള്ള ആ വക്രത മാറിയ ഒരു മനസ്സിന് മാത്രമേ ക്രിസ്തുവിൽ നിന്ന് അവൻ്റെ ഹിതത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു മനസ്സിന് കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റില്ല. നമ്മൾ പണ്ട് കാലത്ത് ഈ ആൻറ്റിന തിരിക്കുന്ന കാലം ഓർമ്മയുണ്ടോ? ടി വിയിൽ പിക്ചർ കിട്ടാൻ വേണ്ടി എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. അത് ടി വി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റിന കണക്ട് ചെയ്തിട്ട് ആൻറ്റിന ഇങ്ങനെ കറി കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സ് ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ വല്ലതും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ഹിതം മനസ്സിലാകണമെങ്കിൽ നമുക്കൊരു സാങ്ക്ടിഫിക്കേഷൻ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് മൈൻഡ് ഹാസ് ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്രൈസ്റ്റ് ലൈക്ക്നെസ്. അവിടെയാണ് നമുക്ക് പെർഫെക്റ്റ് ഹിതം എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതായതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ അനുസരണം എന്ന് പറയുന്ന 2 തരം അനുസരണങ്ങളുണ്ട്. ഒന്ന് നീതിയുടെ അനുസരണമാണ്. നീതിയുടെ അനുസരണം എന്ന് പറയുന്നത് കൽപ്പനകളുടെ അനുസരണം. ഇപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളുടെ അനുസരണം അത് വിശുദ്ധീകരണത്തിൻ്റെ ഫലമാണ്. അതുപോലെ തന്നെ ഉള്ള വേറൊരു കാര്യമാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങളുടെ അനുസരണം. ഇപ്പോൾ ഉദാഹരണത്തിന് മിഷനെക്കുറിച്ചായാലും ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചായാലും വാട്ട് ദ ലോർഡ് കമാൻഡ്സ് അസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ബേസിസ് അത് ശ്രദ്ധിച്ചനുസരിക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ്. അപ്പോൾ 2 തരത്തിലും അനുസരണമുണ്ട്. ഒന്ന് കൽപ്പനകളുടെ അനുസരണം, ദാറ്റ്സ് ദ സെയിം ഫോർ എവ്രി വൺ. എന്നാൽ ഓരോരുത്തർക്കും പ്രത്യേകമായി കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അത് സെൻസ് ചെയ്തെടുക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. സത്യസന്ധരായിരിക്കണമെന്ന് നമുക്കറിയാൻ പ്രത്യേകിച്ച് ദൈവഹിതം അന്വേഷിക്കേണ്ട കാര്യമില്ല. കള്ളം പറയരുതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ദൈവഹിതം അന്വേഷിക്കണോ? വേണ്ട. ബൈബിൾ ഓൾറെഡി ഉണ്ട്. അത് എല്ലാവർക്കും റിവീൽഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വില്ലാണ് അവർ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾറെഡി റിവീൽഡ്. വി ഡോണ്ട് നീഡ് ടു സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ കർത്താവെ ഞാൻ വിശദീകരിക്കപ്പെടണോ വേണ്ടയോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് വന്ന് ഞാൻ സഹായിക്കണോ വേണ്ടയോ ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം അതറിയാം. ദാറ്റ്സ് റിവീൽഡ് വിൽ ഓഫ് ഗോഡ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഏത് വഴി ഞാൻ തിരിയണമെന്നുള്ള ആ ഒരു സ്പെസിഫിക് ഗൈഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ പറ്റൂ. അതല്ലാതെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. സോ അവിടെയാണ് ഈ നോയിങ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മുടെ മിഷനെ സംബന്ധിച്ചായാലും ജീവനെ സംബന്ധിച്ചായാലും നോയിങ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മിഷന് പോകണോ വേണ്ടയോ? അപ്പോൾ എന്നോട് കർത്താവ് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണോ വില്ല് വർക്ക് ചെയ്യുന്നത്? നോ, അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലൊരു ബേർഡൻ തരികയാണ് എങ്കിൽ അതിനർത്ഥം അത് ദൈവത്തിൻ്റെ വില്ല് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ദാറ്റ് ബേർഡൻ ഡിസൈഡ്സ് പ്രൈമറിലി. ആ ബേർഡൻ നമുക്ക്, പക്ഷേ ഒരു കാര്യമുണ്ട്. ഒരാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഇപ്പം സുന്ദറിൻ്റെ എക്സാമ്പിൾ കുറേ ആയി, ഇനി നമുക്ക് നിഖിലിൻ്റെ എക്സാമ്പിൾ. നിഖിൽ എന്നോട് എന്നിട്ട് പറയാണ്, പാസ്റ്ററെ എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകണം, ഭയങ്കര ബേർഡനാണ്, എനിക്ക് ഇരിക്കാനും ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പം ഞാൻ പറയും നമുക്ക് എൽഡേഴ്സൊക്കെ ഒന്ന് കൂടി ആലോചിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇത് ബർഡൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുവാണല്ലോ. അപ്പോൾ ഉടനെ മറ്റ് എൽഡേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറയും, ഇങ്ങനെ നിഖിൽ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളായിട്ട് ഒന്നും വിചാരിക്കില്ല. അപ്പോൾ പറയും, നിഖിൽ അത്രയൊന്നും ആയിട്ടില്ല, നമുക്ക് ഇപ്പോഴേ വിടണോ? അത് ചിലപ്പോൾ അപ്പോൾ ചർച്ചിൻ്റെ ഒരു എന്താ പറയുന്നൊരു കൺഫർമേഷൻ, എൽഡേഴ്സിൻ്റെ ഒരു കൺഫർമേഷൻ വെദർ ഹീ ഈസ് ഫിറ്റ് ഫോർ മിഷൻ. പോയാൽ ഡോക്ടറിൻസ് മനസ്സിലായിട്ടുണ്ടോ, പറയുമ്പോൾ കറക്റ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുമോ, അതോ തെറ്റായ കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു പോകുമോ, ഒരു മിഷൻ ഒരു ദേശത്ത് പോയി നടത്താനുള്ള ഒരു കോളിങ് അദ്ദേഹത്തിനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സൂപ്പർവിഷൻ എപ്പോഴും ചർച്ചിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചർച്ചിന് ഒരു 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 അസസ്മെൻ്റ് ഉണ്ട്, ദ സ്പിരിച്വൽ അസസ്മെൻറ്റ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ചർച്ചകളും ചർച്ചകളല്ല, പ്രാർത്ഥനാ സംഘങ്ങളാണ്. അതുകൊണ്ട് അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ ഹിതത്തിൽ ഒരു ആർബിട്രേഷന് പറ്റുകയില്ല. ദൈവത്തിൻ്റെ ഹിതം ഒരാൾക്ക് കൺഫേം ചെയ്യുവാൻ തക്കവണ്ണം ഒരു സഭയുടെ എൽഡർഷിപ്പിന് സാധിക്കണമെങ്കിൽ ആ എൽഡർഷിപ്പ് ഹാസ് ടു ബി ഫസ്റ്റ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്.
അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് മാത്രമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് പാസ്റ്റർ എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയും. പാസ്റ്റർ പറയും നിന്നെ UK വിടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപയോഗിച്ച് ഇപ്പോൾ 4 ദിവസം ആയുള്ളൂ. അതവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്. അത് ആ പാസ്റ്റർ ഇയാളെ ഇറാഖിന് വിടാൻ സമ്മതിക്കുമോ? ഒരിക്കലും കൂടെ സമ്മതിക്കില്ല. കാരണം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുമ്പോട്ട് പോകണമെങ്കിലും കാശ് വേണം. ഇറാഖിൽ പോയി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, UK പോയി ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ചർച്ചകൾക്ക് ഈ ക്രിസ്തുവിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് മിസ്സിയോ ഡേ എന്താണെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ട് അവർ മാനുഷികമായ ഉത്തരങ്ങൾ കൊടുത്തിട്ട് പറയും ചർച്ച് പറയുന്നത് കേട്ടാൽ മതി. ബട്ട് ദ പ്രോബ്ലം ഈസ് ദേ ഡു നോട്ട് റെപ്രസെൻറ്റ് ദ ചർച്ച് ഓഫ് ഗോഡ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വഴികളെ അറിയാത്ത അന്ധരായ ഇടയന്മാർ ഇരിക്കുമ്പം അവരെ സംബന്ധിച്ച് ലോകമാണ് പ്രധാനം, അടുത്ത വർഷം കൺവെൻഷൻ നടത്തുന്നതാണ് പ്രധാനം, കെട്ടിടത്തിന് ബാൽക്കണി പണിയുന്നതാണ് പ്രധാനം. അങ്ങനെ വരുന്ന ഒരു ചർച്ചിന്, ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ചർച്ചിന് ഒരിക്കലും ദൈവഹിതത്തെ ശോധന ചെയ്യാനോ ഒരാളുടെ ശുശ്രൂഷയെ കൺഫേം ചെയ്യാനോ ശുശ്രൂഷകരെ നിയോഗിക്കാനോ ഉള്ള ഉൾക്കാഴ്ച ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഈ തലമുറയുടെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് പ്രാർത്ഥനാ സംഘങ്ങളെ, കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സംഘങ്ങളെ സഭകളായി കാണുന്നു. ക്രിസ്തു തലയല്ലാത്ത ഓരോ അച്ചായന്മാർ തലയായിരിക്കുന്ന ആ ക്ലബ്ബുകളെല്ലാം നമ്മൾ സഭകളായി കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അപകടകരമായ കാര്യം. അതുകൊണ്ട് ഇതിന്മേലൊന്നും ഒരു ജൂറിസ്ഡിക്ഷൻ നടത്താൻ അവർക്ക് കപ്പാസിറ്റി ഇല്ല. ബിക്കോസ് ദേ ആർ ഓൾ പ്രെയർ ഗ്രൂപ്പ്സ്. അപ്പോൾ ശരിക്കും അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ഗോ ടു ഗോഡ്ലി എൽഡേഴ്സ്, ഡിസ്കസ് യുവർ കോൾ വിത്ത് ദം. നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു കൺഫർമേഷൻ ഓഫ് ദ കോൾ സഭയ്ക്ക് തോന്നുകയാണെങ്കിൽ ദ ചർച്ച് വിൽ കമ്മീഷൻ ദം ആസ് മിനിസ്റ്റേഴ്സ്. അങ്ങനെയാണ് ഈ ശുശ്രൂഷകർ ദൈവഹിതപ്രകാരം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പ്രോബ്ലം, ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു പ്രോബ്ലമാണ് മാതാപിതാക്കളെ ഈ മക്കൾ എത്രമാത്രം അനുസരിക്കണമെന്നുള്ളത്. പഴയ നിയമത്തിൽ നമുക്കറിയാം മാതാപിതാക്കളെ അനുസരിച്ചേ പറ്റൂ. പുതിയ നിയമത്തിലോ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് തന്നെ എഴുതിയേക്കുന്നത് അല്ലേ? പക്ഷെ പഴയ നിയമത്തിൽ മാതാപിതാക്കളെ അനുസരിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കൾക്കിട്ട് നല്ല തല്ലി അനുസരിപ്പിക്കാം. കാരണം മാതാപിതാക്കളാണ് ഫൈനൽ അതോറിറ്റി, ആ വീടിൻ്റെ ഫൈനൽ അതോറിറ്റി. ഈ മാതാപിതാക്കൾ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. കാരണം ഈ പഴയ നിയമം എല്ലാം പ്രമാണങ്ങളാൽ വരുന്നതാണ് അല്ലേ? പ്രമാണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ. പിന്നെ ആചാരപരമായ പ്രമാണങ്ങളുണ്ട്, വിശ്വാസപരമായ പ്രമാണങ്ങളുണ്ട്. വിശ്വാസപരമായ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാവും, ഞാനല്ല എൻ്റെ ദൈവം നിനക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലുള്ള ഭൂമിയുടെ വെള്ളത്തിലുള്ള അതിനെ പറഞ്ഞ സദൃശ്യം ഉണ്ടാക്കി വണങ്ങി ചെയ്യരുത്. പിന്നെന്താ? ദൈവത്തിന് നാം മുറുതായി എടുക്കരുത്, ശാബത്ത് ശുദ്ധിയായി ആചരിക്കാൻ ഉത്സാഹിക്കുക. 4 ആയി. 10 കൽപ്പനകൾ, ആദ്യത്തെ 4 10 കൽപ്പനകൾ അറിയാമോ? അതിൽ ആദ്യത്തെ 4 ആത്മീയ കൽപ്പനകളാണ്, അതായത് സ്പിരിച്വൽ കമാൻഡ്മെൻറ്റ്സ്. ആ സ്പിരിച്വൽ കമാൻഡ്മെൻറ്റ്സ് നോക്കി അപ്പനും മക്കളെ പഠിപ്പിക്കുക. ഇനി അവിടെ പോയി അമ്പലത്തിൽ പോയി അവിടെ പോയി ഇങ്ങനെയൊന്നും പല ദൈവങ്ങളുടെ മുമ്പിൽ വണങ്ങരുത്, ഇന്ന് ഏക ദൈവം മാത്രമേ ഉള്ളൂ, വിഗ്രഹം ഉണ്ടാക്കരുത്, ശബത്ത് ദിവസം അണങ്ങിപ്പോകരുത്, വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സിനഗോഗിൽ പോകണം, വേറെ ഒരു പണിയും ചെയ്യാൻ പോകരുത്, ഹോംവർക്കൊന്നും ചെയ്യാൻ സാറ്റർഡേക്ക് വെച്ചേക്കരുത്. പഠിപ്പിക്കാൻ മേലെ നമുക്ക് പഠിപ്പിക്കും. കാരണം ദ പേരൻസ് ആർ കസ്റ്റോഡിയൻസ് ഓഫ് ദ ലോ. ഇത് പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളത് പേരൻസ് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദ റിലീജിയൻ ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം പേരൻസ്. ശരിയല്ലേ? അപ്പോൾ പേരൻസാണ് എന്ത് ചെയ്യുന്നത്? മക്കളെ വചനത്തിൽ അഭ്യസിപ്പിച്ച് നല്ല യഹൂദനാക്കി, നല്ല ഇസ്രായേൽ മകനാക്കി, നല്ല മതത്തിൻ്റെ ആളാക്കി മാറ്റുന്നത്. ഇനി ലേവ്യ ഗോത്രത്തിലാണ് വരുന്നതെങ്കിൽ ലേവ്യ ഗോത്രത്തിൽ അവനെ ലേവ്യ പുരോഹിതന്മാരുടെ ആചാരങ്ങളനുസരിച്ച് അവനെ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പൻ്റെ അമ്മയുടെ ചുമതലയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്. മാതാപിതാക്കൾ എന്നോട് വഴക്കുണ്ടാക്കരുത്. ആ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ള കൽപ്പനയോട് ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരങ്ങളെയോ പ്രിയപ്പെടുന്നവൻ ദൈവത്തിനുള്ളവനല്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ ഡിസ്റ്റിങ്ഷൻ നമ്മൾ വെക്കുന്നത്? ഈ മിഷണറിമാരുടെ കാര്യം പറയുമ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടുള്ളത് മിഷൻ ഫീൽഡിൽ നിന്നല്ല, ഇവിടെയുള്ള സുവിശേഷ വിരോധികളിൽ നിന്നല്ല, കത്തോലിക്ക യാക്കോബ സഭകളിൽ നിന്നോ മറ്റു മതങ്ങളിൽ നിന്നൊന്നുമല്ല.
ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടുള്ളത് വിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നും സഭകളിൽ നിന്നുമാണ്. നമ്മുടെ ചർച്ചിൽ 12 മിഷണറിമാരുണ്ട്. 8 പേര് ഇവിടെ നിന്ന് പോയവരാണ്, 4 പേര് അവിടെയാണ്. പിന്നെ നമ്മുടെ ചർച്ചിൻ്റെ അടുത്തോടെ പോയ കുറച്ച് മിഷണറിമാരുണ്ട്. ഇവരുടെ എല്ലാ ലൈഫ് നമ്മൾ നോക്കിയാൽ ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത് മുഴുവൻ വിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്യും? അവിടെയുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാതാപിതാക്കൾ ഇപ്പോൾ കാണിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിശ്വാസം, അതേ വിശ്വാസം തന്നെ മക്കളും അനുഗമിച്ചാൽ ഒരു 5-6 തലമുറ കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമം അറിയാവുന്ന ഒരൊറ്റ ആൾ പോലും നമ്മുടെ തലമുറകളിൽ ഉണ്ടാവില്ല. കാരണം ഇന്ന് അനേകം കുടുംബങ്ങളിലും സഭകളിലും പടർന്നിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല. അപ്പോൾ ഒരാൾക്ക് അവിടെ വരുന്ന ഒരു യുവാവിന്, ഒരു യുവതിക്ക് ക്രിസ്തുവിൻ്റെ ഒരു കാഴ്ചപ്പാട് ലഭിക്കുകയാണ്, ദൗത്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, മിഷനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ലഭിക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്പിരിച്വാലിറ്റി വെച്ചും റിലീജിയൻ വെച്ചും മാതാപിതാക്കൾക്കോ സഭകൾക്കോ അത് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് രക്തബന്ധങ്ങളുമായിട്ടും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരുമായിട്ടാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ അപ്പൻ എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകൻ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്ന ഒരാളല്ല. നല്ല സാക്ഷ്യമല്ലേ? പക്ഷേ ഒരു കാര്യം നീ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം, ഇത് നിൻ്റെ ഫസ്റ്റ് ടാസ്ക്കാണ്. എന്താണെന്നറിയാം? അവൻ പറഞ്ഞേക്കുന്ന കല്യാണം കഴിഞ്ഞ് നിന്നായിട്ട് ബീഹാറിന് പോകുന്നതാണ്, അതും നീ മുടക്കണം. എന്തുകൊണ്ട് മുടക്കണമെന്നറിയാം? അവിടെ എങ്ങാനും പോയി നിങ്ങൾ ചത്തുപോയാൽ നിങ്ങളുടെ ബോഡി കൊണ്ടുവരാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. അത് പോയി മരിക്കാൻ പറഞ്ഞതല്ല, പേടി കൊണ്ട് പറഞ്ഞതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ബീഹാറിൽ പോകാതെ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ പറഞ്ഞ അനുസരിച്ചു. എന്താ പറഞ്ഞ് ഇവിടെ ഇരുന്നോളാൻ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താണ്? മാതാപിതാക്കളുടെ വിഷനേക്കാൾ വലിയൊരു ക്രൈസെൻട്രിക് വിഷൻ, അതായത് ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു വിഷൻ മക്കൾക്കുണ്ടാകുന്നു എന്ന് സഭ കണ്ടെത്തിയാൽ, സഭ ആരുടെ കൂടെ നിൽക്കണം? ദശാംശം തരുന്ന അപ്പനന്മാരുടെ കൂടെ നിൽക്കണം? 5 പൈസ ഉപകാരമില്ലാത്ത മക്കളുടെ കൂടെ നിൽക്കണം? പറ. പ്രായോഗികമായിട്ട് നോക്കിയാൽ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ പിന്നെ സഭയില്ല. കാരണം ദേ ആർ വെരി പവർഫുൾ. അവർ ജീവിതത്തിൽ മുഴുവൻ ഏൺ ചെയ്ത് പണം ബാങ്കിൽ കിടക്കുന്നു. അതിൻ്റെ വീതം കൊണ്ടാണ് പല സാധനങ്ങളും പാസ്റ്റർ ഇൻസ്റ്റാൾമെൻറ്റ് മേടിച്ചേക്കുന്നത്. കാറിന് വരെ മന്ത്ലി EMI ഉണ്ട്. ഏതെങ്കിലും ഒരു മാതാപിതാക്കളെ കോപിപ്പിച്ചാൽ ആ EMI നിന്നു പോകും. അപ്പോൾ ശരിക്കും ഡോണേഴ്സായ മാതാപിതാക്കളോടായിരിക്കും ആ സഭയ്ക്ക് കൂടുതൽ പ്രതിപത്തി 5 പൈസ കയ്യില്ലാത്ത മക്കളെക്കാളും. യു എഗ്രി വിത്ത് മീ? അപ്പോൾ ഇന്ന് മിഷൻ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം ഈ സിസ്റ്റത്തെ, ഈ റിലീജിയസ് സിസ്റ്റത്തെ എതിർക്കുക എന്ന് പറയുന്നതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലോക സ്നേഹത്തിൽ പണിതെടുത്തിരിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ നിന്ന് കർത്താവിന് വേണ്ടി സാക്ഷിയാകാൻ ഏറ്റവും ബുദ്ധിമുട്ട് അവനവൻ്റെ ഭവനത്തിൽ തന്നെയാണ്. ഇത് ധിക്കരിക്കേണ്ടി വരും. എന്തുകൊണ്ട് വരും? ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് ഒരുത്തൻ പറഞ്ഞ്, എന്നെ കർത്താവ് വിളിച്ചു, ഞാൻ പോകുന്ന പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന കാര്യമല്ല. അവിടെയാണ് ഈ സഭയുടെ ആർബിട്രേഷൻ. ദ ചർച്ച് ഹാസ് ടു ഡിസൈഡ്, ഇത് കർത്താവിൻ്റെ ഒരു വിഷൻ തന്നെയാണോ, അത് ചുമ്മാ വഴക്കുണ്ടാക്കി ഇറങ്ങുന്നതാണോ? ഇത് ദൈവത്തിൻ്റെ ഒരു കാഴ്ച ഇതിനകത്തുണ്ടോ? ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ദ ചർച്ച്, എ ട്രൂ ചർച്ച് ക്യാൻ ആർബിട്രേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിൻ്റെ ഒരു ആർബിട്രേറ്റർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് ഒരു സഭ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, വീട്ടിലും വെളിയിലും എല്ലാം. കാരണം വി ആർ നോട്ട് ദെയർ ടു ഒബേ ഹ്യൂമൻ ബീങ്സ്, വി ആർ ദെയർ ടു ഒബേ ദ ലോഡ്. അതുകൊണ്ട് എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം ഈസ് നോട്ട് ഈക്വൽ ടു പേരൻസ് വിൽ. നോ, ദൈവത്തിൻ്റെ ഹിതം ഈസ് നോട്ട് ഈക്വൽ ടു മൈ ഫ്ലഷ് ആൻഡ് ദ വിൽ ഓഫ് ദ ഫ്ലഷ്. നോ, ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് നമ്മൾ നിശബ്ദതയിൽ കേൾക്കേണ്ടതാണ്. ഈ നിശബ്ദത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചില ആൾക്കാരതിനെ ലിറ്ററൽ നിശബ്ദതയായിട്ടെടുക്കും. എന്നിട്ട് പറയും രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പം ആരും ഇല്ലാത്ത സമയത്ത് ക്വയറ്റ് ടൈം എടുക്കുക, മിണ്ടാതിരുന്ന് ദൈവത്തോട് ചോദിക്കുക. അതല്ല നിശബ്ദത. യഥാർത്ഥ നിശബ്ദതയിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ മന്ദസ്വരം കേൾക്കാൻ സാധിക്കുള്ളൂ. എന്താണ് നിശബ്ദത? വാട്ട് ഈസ് ദിസ് സ്പിരിച്വൽ സൈലൻസ് ഇൻ വിച്ച് വി ക്യാൻ only listen to the Lord? അതിനർത്ഥം ഞാൻ എൻ്റെ ജഡത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല, അതിൻ്റെ മുന്നറിയിപ്പുകൾ കേൾക്കുന്നില്ല, മാമോൻ പറയുന്നത് കേൾക്കുന്നില്ല, നീ നഷ്ടം സഹിക്കും എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഐ എം ഡെഫ് ടു ഓൾ ദോസ്. കുടുംബമഹിമ ഞാൻ കേൾക്കുന്നില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല, മാതാപിതാക്കളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല, എൻ്റെ മനസ്സിൻ്റെ ശബ്ദം, എൻ്റെ ജഡത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. അതാണ് നിശബ്ദത. ഈ സൈലൻസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭയം, എൻ്റെ ജഡം, എൻ്റെ ഇമോഷൻസ്, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വളർച്ച, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ധനം, എൻ്റെ ധനത്തോടുള്ള എൻ്റെ ആഗ്രഹം, സെറ്റിൽമെൻറ്റിനുള്ള മോഹം, ഇതിൻ്റെ ഒന്നും ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. ഐ ആം ഇൻ എ സൈലൻറ്റ് യൂണിവേഴ്സ്. ഐ ആം ഡെഡ് ടു ഓൾ ദോസ്. ഈ നിശബ്ദതയിലാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ദാറ്റ് മീൻസ് ഐ എം നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി വേൾഡ്ലി നോയ്സസ്. അയ്യോ, അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, ഗുഡ്. പക്ഷേ അതൊന്നും ഈ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്ന ആ ഒരു ഗ്ലോറി ഓഫ് ദ ലോഡ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഞാനൊരു അപ്പച്ചൻ്റെ കഥ എപ്പോഴും പറയുമായിരുന്നു. ഈ അപ്പച്ചൻ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സുധയുടെ അനിയത്തിയുടെ കൊച്ചുണ്ട്. ആ അനിയത്തിയുടെ മോൾ ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഈ കുഞ്ഞ് എപ്പോഴും ഈ അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും തോണ്ടുകയോ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അപ്പച്ചൻ സ്നേഹത്തോടെ ആണെങ്കിലും മോളെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടങ്ങ് വിടും. അധികം ലാളിക്കോ കുഞ്ഞിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഈ കൊച്ചുമായിട്ട് ഇത്ര അകലം പോലെ. ഞാൻ അപ്പച്ചൻ ചോദിച്ചു എന്താണ് ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ മോനെ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഈ കുഞ്ഞുങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ആഗ്രഹമില്ല അങ്ങോട്ടല്ല, പക്ഷേ ഞാൻ അതിനോടെല്ലാം ഡിറ്റാച്ച്ഡ് ആയിരുന്നാലേ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഈ പ്രസൻസിന് വേണ്ടി, ഈ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കും. സോ മൈ ഡിസിഷൻസ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പാഷൻസ്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ആ മൈൻഡിനെ പിടിച്ചെടുക്കാനുള്ള ശക്തിയൊന്നും. ഓ മൈ ഗോഡ്, ഞാൻ എന്തു ഭയങ്കര കെയറാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ടു കീപ് ഹിംസെൽഫ് സൈലൻറ്റ് ഫ്രം ഓൾ നോയ്സസ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആകുന്ന ആളാണ്, പിള്ളേരോട്ട് പ്രത്യേകിച്ച്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പുള്ളി പോലെ ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ദാറ്റ് സ്പിരിച്വൽ ലെസൺ ഈസ് പ്രൊഫൗണ്ട്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റിൽ കിടന്നാൽ നമ്മുടെ ആ വില്ല്, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് കണ്ടെത്തുന്നതിൽ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ നമുക്ക് തടസ്സമാണ്. ഞാനിത് കഴിഞ്ഞ ആഴ്ച കൂടെ മനസ്സിലാക്കിയതാണ്. ഞാനത് വെളി പറയുന്നില്ല.
പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു പാഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശബ്ദം, ആ പാഷൻ്റെ ശബ്ദം ആ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ഹിതത്തിൽ നമ്മളെ തടയുന്നതാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ സൈലൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വി നീഡ് ടു പ്രാക്ടീസ് ഫോർ സം ടൈം. ഒന്നിൻ്റെ ശബ്ദം കേൾക്കാത്ത, കർത്താവിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ആ പെർഫെക്റ്റ് ഹിതം എന്തെന്നറിയുവാൻ, ദാറ്റ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് വെയർ ഓൾ അതർ ഫ്രീക്വൻസീസ് ആർ ക്യാൻസൽഡ്. നമുക്കറിയാം ഇന്നത്തെ ഈ സ്പീക്കറിനകത്തൊക്കെ ഹെഡ്ഫോൺസിനകത്തൊക്കെ ഈ സാധനമുണ്ട്, എന്താ നോയിസ് ക്യാൻസലേഷൻ ഇല്ലേ? നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതങ്ങോട്ട് ചെവിയിലോട്ട് വെക്കുമ്പോഴേക്കും ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം ഓഫാവും. നോയിസ് ക്യാൻസലേഷനുള്ള ഹെഡ്ഫോൺസോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? അതിനർത്ഥം എന്താണ്? ചുറ്റുമുള്ള വോയിസസ് ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ ഈ ശബ്ദം ശരിക്ക് കേൾക്കാൻ പറ്റൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പാഷനില്ലാത്ത, ശാന്തമായ, ദൈവത്തിന് ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ മൈൻഡിലൂടെ എല്ലാം ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മിഷൻ ഫീൽഡിലായാലും വിവാഹത്തെ സംബന്ധിക്കുന്നതായാലും ഇതിനകത്തൊന്നും പേരൻ്റൽ വില്ലല്ല, എൻ്റെ സെൽഫിൻ്റെ വില്ലുമല്ല, അത് ദൈവം എന്തു പറയുന്നു എന്നുള്ളതിൻ്റെ ആ ഒരൊറ്റ ശബ്ദം മാത്രം. ആ ഒരൊറ്റ ശബ്ദം കേൾക്കുമ്പം ദൈവം പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇറങ്ങിപ്പോവല്ല ചെയ്യുന്നത്. വി നീഡ് ടു കൺഫേം ഇറ്റ് വിത്ത് ഗോഡ്ലി എൽഡേഴ്സ്. അവരുമായിട്ട് കൺഫേം ചെയ്യണം, ഇത് എൻ്റെ പാഷനാണോ ചോദിക്കണം. പണ്ടൊരു കൗൺസിലിങ്ങിനെല്ലാം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും? അപ്പോൾ അവർ പറഞ്ഞു, വിഷമം ഉണ്ടാവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പാഷനില്ല. അയ്യോ അയാൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ദാറ്റ്സ് പാഷൻ സ്പീക്കിംഗ്. But they are open to the will of God. If the will of God is otherwise, they are ready to accept that. കാരണം they are not driven by passion. വലിയ പാടാ ഈ പാഷൻ ഇല്ലാതെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുമ്പം പാഷനാണ് സംസാരിക്കുന്നതെങ്കിൽ അയ്യോ ദൈവത്തിൻ്റെ ഹിതം എങ്ങാനും മറിച്ചായാൽ ദൈവത്തെയും ലംഘിക്കാൻ അവർ തയ്യാറായിരിക്കും. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പാഷൻ രാജ്യത്ത് എടുക്കരുത്, പേരൻ്റൽ വില്ലെന്ന് പറയുന്ന രാജ്യത്ത് എടുക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങളോ മനുഷ്യരുടെ ഇഷ്ടമോ ജഡത്തിൻ്റെ ഇഷ്ടമോ ഒന്നും അല്ല ദൈവത്തിന് മക്കളെ ഉണ്ടാക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതാ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നത് എന്താണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പിന്നെ അത് ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിന് ഇഷ്ടത്താലത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ വില്ലെന്ന് പറയുന്നത് വേറൊരാളുടെ ഇഷ്ടവുമായിട്ട് എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ ധൈര്യം നമുക്കുണ്ടെങ്കിലേ. അപ്പോൾ അതുകൊണ്ടാണ് സഭ ഭയങ്കര അത്യാവശ്യം വന്നത്. സഭ ഇല്ലെങ്കിൽ അവരവർക്ക് തോന്നുന്നതല്ല ദൈവശബ്ദമാണെന്ന് അവർക്ക് തോന്നും. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് പാഷനെ നമ്മൾ ദൈവഹിതമായിട്ട് കാണും. നോ, യു ഹവ് ടു ഗോ ആൻഡ് വെരിഫൈ വിത്ത് ഗോഡ്ലി എൽഡേഴ്സ് ആൻഡ് പ്രേ വിത്ത് ദം ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഓർ നോട്ട്. അവിടെ പാഷൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയാനുള്ള സെൻസിറ്റിവിറ്റി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. സോ ആസ് വി പ്രോഗ്രസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, പതുക്കെ പതുക്കെ നമുക്ക് ദൈവത്തിൻ്റെ വില്ലെന്ന് പറയുന്നത് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരും. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മൾ എന്തിനെ അനുഗമിച്ചോ അതിനെ അല്ല നമ്മൾ അനുഗമിക്കേണ്ടത്. അടുത്ത തലമുറ, നിങ്ങളുടെ തലമുറ വരുമ്പോൾ, നിങ്ങളുടെ മക്കൾ വരുമ്പോൾ നിങ്ങളെക്കാൾ വലിയ ഒരു 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 ത്യാഗത്തിലേക്ക്, ഒരു സാക്രിഫൈസിലേക്ക് അവർ പോയാൽ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറയരുത്. കാരണം വി ഹാവ് ഡെഡിക്കേറ്റഡ് അവർസെൽവ്സ് ടു ദ ലോഡ്. അവർ പറഞ്ഞു, കർത്താവ് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ സാക്രിഫൈസ് എങ്കിൽ സാക്രിഫൈസ്. അവർ ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം കാലം ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ വിൽ ഓഫ് ദ ഫാദർ. നമ്മുടെ തലമുറകൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ തലമുറകളുടെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്, അവർക്ക് ആപത്ത് വരുന്ന ഇഷ്ടമില്ല. എങ്കിലും അവർ ആപത്തുള്ളൊരു സ്ഥലത്തേക്ക് കർത്താവിൻ്റെ നാമത്തിന് പോവുകയാണെങ്കിൽ ഹിസ് നെയിം ഷാൽ ബി ഗ്ലോറിഫൈഡ്. ഹിസ് നെയിം ഷാൽ ബി ഗ്ലോറിഫൈഡ്. നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ പിള്ളേരുടെ കാര്യം വരുമ്പോഴും അതങ്ങനെ തന്നെ ആകണം. അപ്പോൾ ദൈവത്തിൻ്റെ വില്ലിന് നമുക്കൊരു പ്രത്യേക പാറ്റേണിൽ ഇതിങ്ങനെ ദൈവത്തിൻ്റെ വില്ല് അന്വേഷിക്കാമെന്ന് പറയാൻ പറ്റില്ല. വി ലേൺ ഇറ്റ്
ആസ് വി ഗ്രോ ഓൾഡ്, ഗ്രോ മെച്യൂർ ഇൻ ക്രൈസ്റ്റ്. ഒരു കുഞ്ഞുണ്ടായിരിക്കുമ്പോൾ കുഞ്ഞിന് അപ്പൻ്റെ അമ്മയുടെ എല്ലാ വീട്ടിലൊന്നും അറിയില്ല. പക്ഷെ പ്രായമായി വരുംതോറും ആ കൊച്ചിന് അപ്പൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായി വരും എന്ന് പറയുന്ന പോലെ when we grow in the Lord, slowly we will know the will of God. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ തേജസ്സേറിയ വിളിയുടെ മഹത്വത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹത്തോടെ നോക്കുന്നു. അങ്ങ് എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആ നിശബ്ദത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശബ്ദങ്ങൾ അതിനെ അലങ്കോലപ്പെടുത്താതെ ആത്മാവിൻ്റെ നിശബ്ദ സംസാരത്തിലേക്ക് ഞങ്ങളെ, ആ മനോഹരമായ ആ സോഫ്റ്റ് സൗണ്ടുകളിലേക്ക് ഞങ്ങളെ ഇവിടുന്ന് തിരിച്ചുവിടണമെന്ന് പ്രാർത്ഥിക്കണേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.